എങ്ങോട്ടാ ചേട്ടാ? ഇവിടെ അടുത്തുള്ള സെൻറ് ജോർജ് റീഹാബിലിറ്റേഷൻ സെൻ്ററിലെ അങ്ങോട്ടൊക്കെ. വരൂ. അല്ല, ഇതാരാ? ചന്ദ്രനോ? ഈ വഴിക്ക് മറന്നോ? ഈ വഴിയൊക്കെ അങ്ങനെ മറക്കാൻ വരൂ, വന്നിരിക്കൂ. കുറെയല്ലോ കണ്ടിട്ട്. എവിടെയായിരുന്നു ഇത്രയും നാൾ? തിരക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഇറങ്ങാൻ സമയം കിട്ടിയത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇവിടെ സുഖം, നന്നായിട്ട് പോകുന്നു. എക്സ്ക്യൂസ് മീ സിസ്റ്റർ. വരൂ ബിൽഹ. സിസ്റ്റർ എന്തായിരുന്നു വരാൻ പറഞ്ഞേ? സ്കൂളിൽ നിന്ന് വിളിച്ചായിരുന്നു. ലീല ടീച്ചർ വിളിച്ചായിരുന്നു. അന്ന് വിളിച്ചപ്പോ നല്ല താല്പര്യത്തോടു കൂടിയാ സംസാരിച്ചത്. എല്ലാരോടും പറഞ്ഞോ? എന്നാ ബാക്കിയുള്ളവരോടും കൂടെ പറഞ്ഞിട്ട് വരാം സിസ്റ്റർ. ചന്ദ്ര, ഒരു മിനിറ്റ്. ഹലോ. ഹലോ, റോസ സിസ്റ്റർ അല്ലേ? അതേലോ, ഞാൻ ലീല ടീച്ചർ ആയിരുന്നേ. പറയ് ടീച്ചറെ. നമ്മുടെ മദേഴ്സ് ഡേയുടെ അന്ന് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി പറയാൻ വിളിച്ചതായിരുന്നു സിസ്റ്റർ. എന്നോട് വിൽഹ പറഞ്ഞായിരുന്നു ലീല ടീച്ചർ വിളിക്കൂന്ന്. ഈ മെയ് 12 ആട്ടോ നമ്മുടെ പ്രോഗ്രാം. അവിടെ നിന്ന് എല്ലാവരും വരൂല്ലേ? അയ്യോ ടീച്ചറെ, എനിക്കൊന്ന് വരാൻ പറ്റില്ല. അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്. ഇവിടുന്ന് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു വിട്ടേക്കാം. അങ്ങനെയായാലും കുഴപ്പമില്ല സിസ്റ്റർ. എങ്കിൽ ശരി കേട്ടോ. ശരി ടീച്ചറെ. ശരി ശരി. ചന്ദ്ര, ഒരു അർജന്റ് കോളായിരുന്നു. ഈ വരുന്ന മെയ് 12 സ്പെഷ്യൽ സ്കൂളിൽ വെച്ചൊരു പ്രോഗ്രാം ഉണ്ട്. ചന്ദ്രന് വരാൻ പറ്റുമെങ്കിൽ വാ. 2 ദിവസം ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാകും. ഇനി എന്താ പരിപാടിയൊക്കെ? ഇനി എന്താ, പഴയ റൂമിലോട്ടൊക്കെ പോകണം. ശരി. കഴിഞ്ഞുപോയ സമയം, വേദനിപ്പിച്ച വാക്കുകൾ, ഒറ്റപ്പെടുത്തിയ ബന്ധങ്ങൾ എല്ലാം പാഠങ്ങളാണ് പഠിപ്പിച്ചത്. ഇവിടമാണ് എന്നെ ഞാനാക്കി തീർത്തത്, നല്ലൊരു മനുഷ്യനാക്കി തീർത്ത ഈ സ്ഥലം. ആരാ? ചന്ദ്രൻ. വർഷങ്ങൾക്ക് മുമ്പ് ഇതെൻ്റെ മുറിയായിരുന്നു. നിനക്കെന്ത് പറ്റിയതാ? ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വരികയായിരുന്നു. എന്താ സിസ്റ്റർ? ഈ പ്രാവശ്യത്തെ മദേഴ്സ് ഡേയുടെ കാര്യം നിങ്ങൾ ഇൻഫോം ചെയ്തില്ലായിരുന്നു എല്ലാവരും? സിസ്റ്ററെ, ഞാൻ പറഞ്ഞായിരുന്നു, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഈ പ്രാവശ്യം ഏറ്റവും നന്നായിട്ട് നടത്തണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. പിന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ സിസ്റ്റർ അത്? ഈ പ്രാവശ്യം നമ്മൾ ഏറ്റവും നല്ല അമ്മയ്ക്കുള്ളൊരു സമ്മാനം കൂടി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ശരി, എന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ, ഞാൻ പോകും. സമ്മാനം എനിക്ക് തോന്നുന്നത് നമ്മൾ ഐസക്കിൻ്റെ അമ്മ. ശരിയാ, കിട്ടേണ്ട ഒരാളാണ്. പരിപാടി ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. നമ്മുടെ അതിഥികളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ദയവായി ഒഴിഞ്ഞ സീറ്റുകളിൽ എല്ലാവരും കയറിയിരുന്ന് സഹായിക്കണം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി കൊയറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പാതയിൽ പൂക്കളായി വിരിയണം, പൂവിരിഞ്ഞ വീതികൾ പുണ്യവീതികളാകണം. പുണ്യവഴികളിലൂടെ നാം യാത്രയെന്നും ചെയ്യണം. യാത്ര ചെയ്യും വേളയിൽ ഈശ്വരനെ ഓർക്കണം. ഈശ്വരനാണിന്ധനം, ഈശ്വരനാണിന്ധനം,
ഈശ്വരനാണെൻ ബലം. സ്വാഗതം ആശംസിക്കുന്നതിനായി എത്രയും ബഹുമാനപ്പെട്ട ഡോക്ടർ അഞ്ജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന ഏവർക്കും, കൂടാതെ ഈ പരിപാടിയിൽ ഒത്തുചേരാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നിവിടെ വന്നു ചേരാൻ പറ്റിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഇവരാരും സാധാരണ സ്ത്രീകളല്ല. കാരണം അവർ ഒരായുഷ്കാലം മൊത്തം തങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ്. ഏതൊരമ്മയുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ആരോഗ്യമുള്ളൊരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളത്. അതിലൊരു കരട് വീണിട്ട് പോലും അതെല്ലാം മറികടന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂടെ നിന്ന് അവരെ ഒരു സാധാരണ കുട്ടിയായി വളരാനും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും സഹായിച്ച അമ്മമാരാണിവർ. അവർ ധീരവനിതകൾ തന്നെയാണ്. വളർച്ചയും വികസനവും രണ്ട് പ്രധാന ഘടകങ്ങൾ തന്നെയാണ്. ഓരോ കുട്ടിയും ഹൈറ്റും വെയിറ്റും വയ്ക്കുന്നത് പോലെ തന്നെ വികസനത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ പിന്നിടേണ്ടത് അനിവാര്യമാണ്. ഓരോ കുട്ടിയും ഓരോ പ്രായത്തിലാണ് ഓരോ വളർച്ച അച്ചീവ് ചെയ്യുന്നത്. ചില കുട്ടികൾ 10ാം മാസത്തിലാണ് നടക്കുന്നതെങ്കിൽ മറ്റു ചിലർ 15ഓ 16ഓ മാസമാകുമ്പോഴേക്കും അത് നേടിയെടുക്കുന്നത്. ഈ ഓരോ വളർച്ചയ്ക്കും അതിൻ്റേതായ സമയമുണ്ട്. ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വരുമ്പോഴാണ് ഞങ്ങൾ മെഡിക്കൽ ടേമിൽ അതിനെ ഡെവലപ്മെൻറ്റൽ ഡിലേ എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് പ്രത്യേകിച്ച് പരിശോധന ഒന്നുമില്ല. ആകെ തന്നെ ഉള്ളത് അവരെ ശുശ്രൂഷിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അമ്മമാരാരാണാവോ അവരാ കുട്ടികളെ ശ്രദ്ധിക്കുക. അവരുടെ ഓരോ പ്രായത്തിലെ വളർച്ച അവർ നേടിയെടുക്കുന്നുണ്ടോ, അതാണ് അവരിൽ ശ്രദ്ധിക്കേണ്ടത്. ഞാനധികം വലിച്ചു നേടിക്കൊണ്ട് പോകുന്നില്ല. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീകമായ എല്ലാ അമ്മമാർക്കും ഇന്ന് നല്ലൊരു മാതൃദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഔപചാരികമായി പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തി കവിതയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മാതൃദിനത്തോടനുബന്ധിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കാരണം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന അമ്മമാരുടെ മുഖം കാണുമ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലം ഓർക്കുകയാണ്. ഈ ബഡ് സ്കൂളിലാണ് ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം. എൻ്റെ ചെറുപ്പം ആലോചിക്കുകയാണെങ്കിൽ ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങളും ഒത്തിരി വിഷമമുള്ള കാര്യങ്ങളും ഇന്നിവിടെ ഒത്തിരി പ്രതീക്ഷയോടെയും അതേസമയം അല്പം നിരാശയോടെയും സംശയത്തോടെ ഇരിക്കുന്ന ഒത്തിരി മാതാപിതാക്കളെ ഞാൻ കാണുന്നുണ്ട്. എന്നാൽ എനിക്ക് ഏറ്റവും അഭിമാനത്തോടെ പറയാൻ പറ്റും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ മനോഹരം നിറഞ്ഞ ഒരു സന്ദർഭമാണിത്. എൻ്റെ ജീവിത ലക്ഷ്യമായ UPSC എക്സാം ക്ലിയർ ചെയ്യാനും ട്രെയിനിങ്ങിന് പോകാൻ നിൽക്കുമ്പോഴാണ് സിസ്റ്റർ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഡെവലപ്മെൻറ്റ് ഡിലേ ഉള്ള കുട്ടികളെ പറ്റി പറഞ്ഞിരുന്നു. അതുപോലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിലേ ഉള്ള കുട്ടിയായിരുന്നു ഞാനും. സംസാരിക്കാനും നടക്കാനും എല്ലാം വൈകിയിരുന്നു. അത് മറ്റുള്ളവർക്കൊരു പോരായ്മയായി കണ്ടപ്പോൾ തന്നെ അമ്മ എനിക്കതിൻ്റെ പ്രതിവിധിയായി കരുതിയത് ഈ ബഡ് സ്കൂളായിരുന്നു. ഈ ബഡ് സ്കൂളിലെ ഒരു പിടി നല്ല അമ്മമാരോടും അതോടൊപ്പം തന്നെ എനിക്ക് ട്രെയിനിങ് തന്ന സിസ്റ്ററിനോടും ഈ നിമിഷത്തിൽ എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങളുടെ മക്കളെ ഒരു മുറിയിൽ ഒതുക്കി നിർത്താതെ അമ്മമാർ ബഡ് സ്കൂളിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതേ മക്കൾ ഈ അമ്മമാരെ കൈപിടിച്ച് ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഒരിക്കൽ കൂടി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. അടുത്തതായി സമാധാനത്തിനായി നമ്മുടെ സിസ്റ്റർ ഷാരുണെ എത്രയും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ നിമിഷം വരെ കാത്തിരുന്നത് ആ സമ്മാനം അത് ആർക്കാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സമ്മാനത്തിന് അർഹയായ വ്യക്തിയെ പറ്റി പറയുമ്പോൾ നീണ്ട 25 വർഷത്തോളം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തിക്ക് തന്നെയാണ് സമ്മാനം. അവർ 25 കൊല്ലങ്ങൾക്ക് മുന്നേ ഈ പടി കയറി വന്നത് സ്വന്തം കുഞ്ഞുമായിട്ടാണ്. അന്നു മുതൽ ഇന്ന് വരെ ഇവിടെയുള്ള ഓരോ കുഞ്ഞുങ്ങളെയും സ്വന്തം മാതാപിതാക്കൾ പരിപാലിക്കും പോലെ അമ്മ പരിപാലിക്കുന്നു. വേറെ ആരുമല്ല, നമ്മുടെ ഒപ്പം ഇത്രയും നാളും നമ്മളിൽ ഒരാളായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ സ്വന്തം ലീല ടീച്ചറാണ്.